ഹായ് അസ്സാം വലൈക്കും. അങ്ങനെ കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ കേരളത്തിന് പുതിയൊരു മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ കൊല്ലം എൻ്റെ സിസ്റ്റർ കല്യാണത്തിന് വീട്ടിലേക്ക് വന്നതാണ് വി.ഡി. സതീശൻ സാറ്. ആ ഒരു ടൈമിലെടുത്ത കുറച്ച് ക്ലിപ്സാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഏതായാലും ഇന്നൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തതാണ്. ആ ഒരു സന്തോഷം. എന്തായാലും വി.ഡി. സതീശൻ സാറിന് എല്ലാവിധ ആശംസകളും. ഇനി ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് കാണാം. അങ്ങനെ ഇതാ മാങ്ങാക്കാലം, വെക്കേഷൻ എല്ലാം കൂടി ഒരുമിച്ചാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക്കും കൂടിയാണ്. പണ്ടൊക്കെ വെക്കേഷന് മാങ്ങ പറിക്കലും ഉപ്പിലിടലും ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കലും അങ്ങനെ കുറേ സംഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട്. നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചക്കര മാങ്ങ. ഈ ചക്കര മാങ്ങ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. സംഗതി നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ടൊക്കെ ഇവിടെ ഉണ്ടാക്കലുണ്ടെന്ന് പറഞ്ഞ്, പക്ഷേ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ ഇതാ തൊലി കളഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. നമുക്കിതാ മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. നമുക്കിനി ശർക്കര എടുക്കണം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇത് ശർക്കര പാനിയാക്കാനുണ്ട്. അപ്പോൾ അതാ ഇത്രയും ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് ആ ഒരു ചെറിയ മാങ്ങല്ലേ, അത് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതാവും കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ ഈ ഒരു സൈസിലുള്ള മാങ്ങ. അപ്പോൾ മാങ്ങയൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇനി ഇതാ അപ്പുറത്ത് മറ്റേ സ്റ്റൗവിൽ ശർക്കര പാനിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇഞ്ചി ഇതാ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കരയൊക്കെ റെഡിയായി. ഇനി ഇതൊന്ന് അരിച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതാ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ നല്ല തിക്കായിട്ട് വരണം കേട്ടോ. മാങ്ങ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഉലുവയും കടുകും കൂടിയിട്ട് ഉണക്കി പൊടിച്ചത് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല തിക്കായിട്ട് തന്നെ വരും കേട്ടോ. ഞങ്ങൾ ചക്ക പറിക്കാൻ പോവുകയാണ്. ചക്ക പറിക്കാനുള്ള ആളിവിടെ എത്തിയിട്ടുണ്ട്. ചക്ക കാണിച്ചു തരാം. ആ അത് പറ്റൂല, അത് പച്ചയാണ്. അതിനിടയിൽ ചക്ക പറിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മളെ ചക്കരമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായി നല്ല കുറുകിയിട്ട് തന്നെ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പ്ലേറ്റിലേക്ക് മാറ്റാം. അല്ല, അതിനു മുമ്പ് നമുക്കിതൊന്ന് കടുകൊക്കെ ഇടാനുണ്ട്. ഒരു പാൻ എടുത്ത് അതിൽ വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് കടുക്, പിന്നെ ഉലുവ, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നേരെ നമ്മളെ ചക്കരമാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ ചക്കരമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് വിളമ്പാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇത് കഴിക്കാനിപ്പോൾ എല്ലാവരും വരും. അപ്പോൾ ഇതൊക്കെ വിളമ്പി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എല്ലാവരും കൂടി കഴിക്കുമ്പോഴാണല്ലോ രസം. അപ്പോൾ നമ്മളിവിടെ മൂത്തമ്മ, അമ്മായി, ഇളമ്മ എല്ലാവരും അടുത്തടുത്തുണ്ട്. അപ്പോൾ അതാ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചൊരു ഫോട്ടോസ് എടുക്കലും വീഡിയോ എടുക്കലും വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ, നല്ല ടേസ്റ്റാണ്. എനിക്കിതാ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഈസി അല്ലേ. നല്ല മധുരവും പിന്നെ ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ചക്കരമാങ്ങ കഴിക്കുകയാണ്. കഴിക്കാനായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്, കസിൻസും എല്ലാവരും ഉണ്ട് ഇവിടെ. കുട്ടികളൊക്കെ എല്ലാവരും നല്ല കളിയിലാണ് കേട്ടോ. ഇതാ ഇവിടെ ചാമ്പക്കൊക്കെ കുറേ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ചക്ക പറിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ എൻജോയ്മെൻ്റാണ്. എന്തായാലും വെക്കേഷനൊക്കെ ഇതാ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. 1.5 മാസം കഴിഞ്ഞ് ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ അല്ലേ സ്കൂൾ തുറക്കാനായിട്ട്. അപ്പോൾ പുതിയൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ കുട്ടികളെ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ വിചാരിക്കുക, തുടക്കത്തിലേ കുട്ടികളെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യണം. കെൻസി ഇപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷൻ അറ്റൻഡ് ചെയ്യാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ കുട്ടികൾക്ക് ആ ഒരു എക്സ്ട്രാ കോച്ചിങ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഹെൽപ്ഫുൾ ആവും. ബാക്ക് ടു സ്കൂൾ പ്രമാണിച്ചിട്ട് ഇൻ്റർവെല്ലിൽ നല്ല ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അപ് ടു 40% വരെ എല്ലാ കോഴ്സിനും ഓഫർ ഉണ്ട് കേട്ടോ. മെയ് 16 മുതലാണ് ഓഫേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ്റർവെല്ലിൻ്റെ തന്നെ ക്ലാസ് റൂം കോഴ്സ് ഉണ്ട്. ഇതിൽ നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സാണ് കേട്ടോ ഉള്ളത്. നമ്മളെ കൺവീനിയൻറ്റ് ടൈമിൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. 1-to-1 കോച്ചിങ് ആയതുകൊണ്ട് തന്നെ ഒരു പേഴ്സണലൈസ്ഡ് അറ്റൻഷനും. ഇത് നമ്മളെ നോർമൽ ക്ലാസ് പോലെ തന്നെയാണ് കേട്ടോ. അസസ്മെൻറ്റ് ടെസ്റ്റൊക്കെ നടത്തും. പിന്നെ എപ്പോഴും ഡൗട്ട് ചോദിക്കാനും നമ്മളെ കൂടെ ഒരു മെൻറ്റർ ഉണ്ടാവും. പിന്നെ അക്കാഡമിക് കലണ്ടർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാംസ്, ചാപ്റ്റർ വൈസ് എക്സാംസ്, പിന്നെ നമുക്ക് എക്സാംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ട്സ് തരും. പിന്നെ ഒരു പാരൻസ് മീറ്റിംഗ് പോലെ അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ്, പിന്നെ വർക്ക്ഷീറ്റ്സ് എല്ലാതും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യുന്ന ടൈമിൽ കുട്ടികൾക്കൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും കേട്ടോ. അതായത് നമ്മളുടെ കുട്ടികളുടെ ലെവൽ അവർ മനസ്സിലാക്കിയിട്ടാണ് ബാക്കി ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് കുട്ടിക്ക് എങ്ങനെയുണ്ട്, ബേസിക്സൊക്കെ ക്ലിയർ ആണോ, ഏത് സബ്ജക്റ്റിലാണ് അവർ വീക്ക്, പിന്നെ ലാംഗ്വേജസ് ആണ് നമുക്കിപ്പോൾ എക്സ്ട്രാ വേണ്ടത്. അതായത് ഇംഗ്ലീഷ്, മലയാളം, അറബിക് പോലെയുള്ള സബ്ജക്റ്റിന് എക്സ്ട്രാ കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ ബേസിക്സും ക്ലിയർ ആക്കി തരും കേട്ടോ. റീഡിങ്, റൈറ്റിംഗ് പോലെയുള്ള ഇഷ്യൂസ് എല്ലാതും ക്ലിയർ ആക്കും. ബേസിക്സ് ഒക്കെ ക്ലിയർ ആക്കാനുള്ള ഫൗണ്ടേഷൻ കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സസ് ഒക്കെ കൂടുതൽ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, ഗെയിംസ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ടൂൾസ്, ഡിജിറ്റൽ ലൈബ്രറി ഒക്കെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻ്റർവ്യൂവിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. ഇപ്പോൾ നല്ല ഓഫറുണ്ട് കേട്ടോ. ഓക്കെ, ഈവനിങ് ആയപ്പോൾ നമ്മളിതാ കർമ്മ റോട്ടിലേക്ക് വന്നതാണ് കേട്ടോ. പൊന്നാനിയിലുള്ള ഇവിടെ നമ്മൾ ഒരു ലേഡീസ് മീറ്റപ്പ് ഉണ്ട് കേട്ടോ. പപ്പാൻ്റെ ഫാമിലിയാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇതാ ഇവിടെ കൂടിയതാണ്. എല്ലാ പ്രാവശ്യവും കൂടാറുള്ളത് തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പല വീട്ടിലായിട്ടും അങ്ങനെയൊക്കെയാണ് കൂടുതൽ. ഇപ്രാവശ്യം ഇതാ പുറത്ത് വെച്ചാക്കിയതാണ് കേട്ടോ. എല്ലാവരും കൂടുമ്പോൾ സ്നാക്സൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുവരലും അങ്ങനെയൊക്കെയാണ്, ഓരോരോ വീടുകളിലായിട്ടാണ്. ഇപ്രാവശ്യം ഇതാ സ്നാക്സ് പുറത്തുനിന്നൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് അങ്ങനെ പുറത്തുനിന്നുള്ളൊരു ചെറിയൊരു മീറ്റപ്പാണ്. അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ വെച്ചിട്ട് ചെറിയൊരു മീറ്റപ്പാണ്. പിന്നെ അപ്പോൾ ഞാനിവിടെ പൊന്നാനി ഉണ്ടാകുമ്പോഴൊക്കെ അതിൽ ജോയിൻ ചെയ്യലുണ്ട്. ഇനി ഇതാ എല്ലാവരും കൂടിയുള്ളൊരു ഫോട്ടോ എടുക്കലാണ്. ജസ്റ്റ് ഒരു 2 മണിക്കൂർ അത്രയേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരം, അതായത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. പെട്ടെന്നുണ്ടായൊരു പ്ലാനിൽ അങ്ങനെ ഇറങ്ങിയതാണ്. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ എല്ലാവരും കൂടിയിട്ട് പാലത്തിലൂടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി ഇതാ നല്ല രസമുള്ളൊരു ഈവനിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി. നെക്സ്റ്റ് ഇതാ നമ്മൾ മാങ്ങ വെച്ചിട്ട് വേറൊരു ഐറ്റം റെഡിയാക്കുകയാണ്. ഇത് ഭയങ്കര ഈസിയാണ്. ഈ ചൂടത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു മാംഗോ ഐസ്ക്രീമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ചെറിയ മാങ്ങ എന്നെ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളയുക, പീലറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. പീൽ ചെയ്താൽ നമുക്ക് കിട്ടൂല, അങ്ങനെയാണ് ഇതിൻ്റെ തൊലി വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ തൊലിയൊക്കെ ഇതുപോലെ ഇങ്ങനെ ഊരിയെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പൾപ്പ് എടുക്കണം. എന്നിട്ട് അത് നമ്മൾ മിക്സിയിലൊന്ന് ജ്യൂസ് അടിക്കണം കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ആ ഒരു മാംഗോ പ്യൂരിയാക്കി എടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഇതാ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ മാംഗോ പ്യൂരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. മാംഗോ പ്യൂരി റെഡിയാക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ചെറിയൊരു പുളിയും കൂടി വേണം മാങ്ങൻ്റെ. അപ്പോൾ മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ എത്രയും മാങ്ങ ഉണ്ടോ അത്രയും നല്ലത്, അങ്ങനെയാണ്. ഞാൻ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല. വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ട് ആ ഒരു പാക്ക്, വലിയ പാക്ക് എടുത്തിട്ടുണ്ട്. മാംഗോ ഞാൻ കാണിച്ചു അതിലും പിന്നെ കുറച്ചും കൂടി എടുത്തിട്ടോ. എനിക്ക് കുറച്ചും കൂടി ഒരു മാംഗോ ഫ്ലേവർ വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി മാംഗോസ് എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിപ്പിംഗ് ക്രീം, മാംഗോ, ഷുഗർ, കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് എല്ലാം കൂടിയിട്ടാണ് ഈ ഐസ്ക്രീമിലുള്ളത്. ഇപ്പോൾ ഈ 2 വലിയ ബോക്സ് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ ഈ ചൂടത്ത് നമുക്ക് കഴിക്കാനും സുഖമാണല്ലോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യുക. ഒരു 12 ഹവേഴ്സാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഇത്. അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുക കേട്ടോ. അതൊക്കെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു സംഭവം കാണിച്ചു തരട്ടെ. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യലുണ്ടോ ഇല്ലെന്ന് പറയട്ടോ. ഇത് ചക്ക പൊരിച്ചതാണ്. അതായത് നമ്മളെ നല്ല പഴുത്ത ചക്ക മാവിൽ മുക്കിയിട്ട് ഉള്ളിൽ ഇങ്ങനെ ഫില്ലിങ് ഉണ്ട് കേട്ടോ. തേങ്ങൻ്റെ ഒരു ഫില്ലിങ്ങും കൂടി വെച്ചിട്ട് നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയാം. പിന്നെ ഇതാ കുട്ടികളെ ഇവിടുത്തെ ഒരു വെക്കേഷൻ കളികളും പരിപാടികളും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഇതാ ഐസ്ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഈവനിങ് ഉണ്ടാക്കി, പിന്നെ നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് കേട്ടോ എടുക്കുന്നത്. ഇത് വേറൊരു ബോക്സിൽ കൂടി നമ്മൾ റെഡിയാക്കില്ല, അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് ബോക്സാണിത്. എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ. കുറേ അധികം, അതായത് കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ കുറേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഐസ്ക്രീം വാങ്ങല്ല, ഐസ്ക്രീം കഴിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഐസ്ക്രീം എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമായി. സംഗതി അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, നിഷ്കാക്കയും കുട്ടികളും എല്ലാവരും ഇതവിടെ ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് മത്സരിച്ച് ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. നിഷ്കാക്ക എത്രാമത്തെ ബൗളാണ്? 2-3 പ്രാവശ്യമായിട്ട് കഴിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാങ്ങ ഉണ്ടെങ്കിൽ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. മാങ്ങയൊക്കെ ഇപ്പോൾ ഏകദേശം കഴിയാനായിക്കണെന്ന് തോന്നുന്നുണ്ടല്ലോ എല്ലായിടത്തും. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇതാ ചായ കുടിക്കലാണ് കേട്ടോ. മുട്ടമാലയും മുട്ടസുർക്കയും കോഴിയടിയും ഒക്കെ ഉണ്ട്. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പീസ് മാംഗോ ഐസ്ക്രീം, ചക്കര മാങ്ങ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ ഇൻ്റർവെൽ ട്യൂഷനിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ.